നമ്മുടെ മാക്ബുക്ക് കൊണ്ട് നിരത്തി സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞു തരാണ്ട്. ടാബി അവൈലബിൾ ആണ്, ടാബി അവൈലബിൾ ആണ് കേട്ടോ. 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പ് മേടിക്കാം വളരെ കുറഞ്ഞ പൈസക്ക്. ഹായ്, വെൽക്കം ടു BBA. കൂടെ കൂടാനുള്ളതെല്ലാം കൂടെ കൂടിക്കോ. ഇന്ന് വേറെ ലെവൽ വീഡിയോ കേട്ടാ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ദുബായിലെ ദേരയിലെ സ്കൈ ഹബിലാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ 35 ദിർഹം മുതൽ ക്രോം ബുക്ക് തുടങ്ങി അങ്ങ് 99 ദിർഹം മുതൽ ലാപ്ടോപ്പും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്ബുക്ക് വേണ്ടി വളരെ കുറഞ്ഞ ചിലവിൽ 350 ദിർഹം മുതൽ ലാപ്ടോപ്പും മാക്ബുക്ക് തന്നെ നിങ്ങൾക്ക് വില കുറഞ്ഞിട്ട് വേണം. വേറെ ലെവലിൽ കൊടുക്കണം. നമ്മുടെ സ്വന്തം കോഴിക്കോടുകാരൻ്റെ സ്കൈ ഹബിൽ എത്തിയിരിക്കുന്നത്. ഇതാ നോക്കിയേ, ഇതാ സാധനം ഇങ്ങനെ നെരിയായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതാ പോരെ കോഴിക്കോടുകാരാ, മോനെ കോഴിക്കോടുകാരെന്ന് റെഡിയാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇന്ന് വേറെ ലെവലിലാണ്. മാക്ബുക്ക് വേണമെങ്കിൽ കൊടുക്കൂലേ? മാക്ബുക്ക് വേണ്ടിക്കിന്റെ മാക്ബുക്ക് M1 Pro വേണോ, M1 Pro വേണോ, M2 Pro വേണോ, Core i9 വേണോ, Core i7 വേണോ, Core i5 വേണോ, Core i3 വേണോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് 8GB റാം വേണോ, 4GB റാം വേണോ, നിങ്ങൾക്ക് 64GB റാം വേണോ, എല്ലാ സംഭവം 1TB SSD, 512GB SSD, 25GB SSD, എല്ലാ സാധനങ്ങളും. ഇനിയിപ്പോ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ആയിട്ട് ലാപ്ടോപ്പ്, ക്രോംബുക്കിന് ക്രോംബുക്ക്, ഐപാഡിന് ഐപാഡ്, ഏത് വേണമെങ്കിലും കിട്ടും. അത് ഡെലിവറി എങ്ങനെ? ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് UAE നമ്മൾ എല്ലാ മുക്കിലും മൂലയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. 24 മണിക്കൂർ. വേറെ എന്ന് പറഞ്ഞാൽ നമ്മള് ഒമാനില് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം GCC മൊത്തത്തിൽ പറയാണ്ട് ഒമാനില് നമ്മൾ ചെയ്യുന്നുണ്ട്, ഖത്തറില് നമ്മൾ ചെയ്യുന്നുണ്ട്, സൗദിയില് നമ്മൾ ചെയ്യുന്നുണ്ട്, ബഹ്റൈനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, കുവൈത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സാധനങ്ങൾ കിട്ടുക. ഇപ്പൊ റീറ്റെയിൽ മാത്രമാണ് ഹോൾസെയിൽ കൊടുക്കുന്നത്. നമ്മള് ആദ്യം റീറ്റെയിൽ ആണ്, ഇപ്പൊ നമ്മൾ ഹോൾസെയിലും കൂടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഹോൾസെയിലും കൂടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ GCC കൺട്രി മൊത്തം ചെയ്യുന്നുണ്ട്, പിന്നെ പുറത്തെ ആഫ്രിക്കൻ കൺട്രികളിലും കുറച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹോൾസെയിലും റീറ്റെയിലും ഏതാണെങ്കിലും നിങ്ങൾക്ക് വിളിക്കാൻ വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ഓരോന്നായിട്ടാണ് തുടങ്ങാൻ പോകണ്ട. അപ്പൊ ആദ്യം നമ്മൾ ഏതാ പറയാ? ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയേണ്ടത്? നിങ്ങൾ സാധനം ഇപ്പൊ ഏതല്ല നിങ്ങൾ പറയണ്ടേ, നിങ്ങൾ പറ. അതെ, എന്നാ ആദ്യം തന്നെ വില കുറഞ്ഞിരുന്നപ്പോ ആൾക്കാർക്ക് ഓരോ ബഡ്ജറ്റ് ഉണ്ടാവല്ലോ. ഒരു 500 രൂപയുടെ താഴെയുള്ള സാധനങ്ങൾ നമ്മളെ ഷോപ്പിൽ ഇപ്പൊ ഒരാൾ വരുന്നാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരു കസ്റ്റമർ വരുന്നാണെങ്കിൽ കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലാപ്ടോപ്പ്, മാക്ബുക്ക്, ഐപാഡ്, ടാബ്ലറ്റ്, എല്ലാ സംഗതികളും ഇപ്പൊ നമ്മളെ സ്റ്റോക്കിലുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിന് നമ്മളെ ഷോപ്പിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു 99 ദിർഹംസിന്റെ ലാപ്ടോപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ 99 ദിർഹംസിന്റെ ലാപ്ടോപ്പ് ആണിത്. 99 ദിർഹത്തിന്റെ ലാപ്ടോപ്പ് ആണ്. ഏതാണ് സാധനം? ഇത് എന്ന് പറഞ്ഞാൽ 2GB ആണ് ഇതിന്റെ റാം വരുന്നത്, 128GB ആണ് ഇതിന്റെ SSD വരുന്നത്. വെറും 99 ദിർഹംസിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. വെറും 99 ദിർഹത്തിന് ഒരു ലാപ്ടോപ്പ് വെച്ചാൽ ഇതിപ്പോ ഈ 99 ദിർഹത്തിന് മേടിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റാണ്ട് ഉപയോഗിക്കാൻ പറ്റാണ്ട് നമ്മളിത് ഡിസ്പ്ലേ വെച്ച സാധനം എല്ലാം വർക്കാവും, എല്ലാ സാധനവും വർക്കാവും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിലേ പറയുന്ന, കാരണം കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് നമ്മൾ പറയുന്നില്ല. ഓരോ സാധനങ്ങളൊന്നും എടുക്കണം. നിങ്ങൾ നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ BBA എന്റെ ബ്ലോഗ് കണ്ടിട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഓഫർ പ്രൈസ് തരും. അത് കൂടെ കൂടി ഒന്ന് പ്രത്യേകം പറയണ്ട. അതന്നെ, കാരണം എന്താ പറഞ്ഞാൽ ഓരോ സാധനങ്ങളും നമ്മൾ ഇവിടെയുള്ള പ്രൈസ് നോക്കണ്ട. BBA എന്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമർക്ക് നമ്മൾ സ്പെഷ്യൽ പ്രൈസ് ആണ്. വേറെ കാര്യം ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, വിശ്വസിച്ചിട്ട് ഒരു സാധനം ഇപ്പൊ എവിടെ പഠിക്കാൻ. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു. നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ സാധനത്തിനും നമ്മൾ വാറന്റി കൊടുക്കുന്നുണ്ട്. എല്ലാ സാധനത്തിനും വാറന്റി ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ ഒരു കസ്റ്റമർ വന്ന് മേടിക്കുന്നതാണെങ്കിൽ നമ്മൾ എല്ലാ സാധനത്തിനും വാറന്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഡെലിവറി ചെയ്യുന്ന സാധനത്തിനായിക്കോട്ടെ, ഇപ്പൊ നമ്മൾ അബുദാബിയിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്, UAE എല്ലാ മുക്കിലും മൂലയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എന്തെടുക്കണോ, കസ്റ്റമർ സാധനങ്ങൾ ജസ്റ്റ് ഇവിടെ എത്തിച്ചേരണം. കാരണം ഫസ്റ്റിലത്തെ സാധനം നമ്മൾ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡെലിവറി ചാർജ് കസ്റ്റമറാണ് കൊടുക്കുന്നത്. അപ്പൊ സാധനങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളായി കഴിഞ്ഞാൽ കസ്റ്റമർ എന്തെങ്കിലും വൈകിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് എത്തിച്ചു തന്നാൽ മതി. എത്തിച്ചു തന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ വേറെ പീസ് നമ്മൾ റീപ്ലേസ് ചെയ്ത് തരും. അത് നമ്മൾ എടുത്ത് പറയാൻ. അപ്പൊ ഇപ്പൊ യൂസർ ആയിട്ട് സാധനം മേടിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വിശ്വാസം വേണ്ടി നിങ്ങളോട് 100ൽ 110 പറയുന്നത്, 100ൽ 200% അല്ലെങ്കിൽ 200% നിങ്ങൾക്ക് ഉറപ്പ് വരുന്നത് നമ്മളെ ഷോപ്പിൽ നിന്ന് സ്കൈ ഹബ് നിങ്ങൾ ഒരു സാധനം മേടിക്കുന്നതാണെങ്കിൽ അതിന്റെ 100ൽ 200% അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മളാണ്. അത്ര നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. പക്ഷെങ്കിൽ ഇപ്പൊ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്ന് മേടിക്കുന്നതാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്, ജസ്റ്റ് നിങ്ങൾ സാധനം ഒന്ന് ഷോപ്പിൽ എത്തിച്ചതാ,
ഷോപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മൾ റീപ്ലേസ്മെന്റ് വാറണ്ടി ആയിട്ട് തരുന്നുണ്ട്. സാധനം ഇവിടെ ഷോപ്പിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റീപ്ലേസ് ആയിട്ട് തരും. ഇനി ചെറിയ എന്തെങ്കിലും കംപ്ലൈന്റ് ഞങ്ങൾ എന്തെങ്കിലും നമ്മൾ അത് റിപ്പയർ ചെയ്ത് തരും. ഒരു മാസം റീപ്ലേസ്മെന്റ് വാറണ്ടി. ഇനി ആ സാധനം നമ്മളെടുത്ത് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് സെയിം മോഡൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ് ആണെങ്കിൽ അത് റിപ്പയർ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്നത് സോഫ്റ്റ്വെയർ വാറണ്ടി. നമ്മൾ കൊടുക്കുന്നത് 6 month ആണ് നമ്മൾ സോഫ്റ്റ്വെയർ വാറണ്ടി കൊടുക്കുന്നത്. ഓക്കെ, അപ്പം സോഫ്റ്റ്വെയർ വാറണ്ടി കൊടുക്കുന്നത് 6 months. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യൂസർ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം 100% വിശ്വസിച്ചോടെ എടുക്കാം. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഷഹീറിനെ നമ്മളൊക്കെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണില്ല. നമ്മളൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ സ്കൈ ഹബിൽ ഇപ്പോൾ പുതിയ ബ്രാഞ്ചായിട്ട് നമ്മുടെ കോഴിക്കോട് ഇവിടെ തുടങ്ങുമ്പോൾ ഇപ്പോൾ സ്കൈ ഹബിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിലാവില്ല എന്ന് 100% അത് ഷഹീർ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ തലയിലാവില്ല. നിങ്ങൾക്ക് 100% വിശ്വസിച്ച് നിങ്ങളുടെ ക്യാഷിന് വർത്തായിരിക്കും അല്ലേ? 100%. അതെ, അതാണ് കളി. അപ്പം നിങ്ങൾ ഈ 99 ദിർഹത്തിന്റെ സാധനം ഞാൻ എടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് വിശ്വാസമാണ് ഏറ്റവും വലിയ. അതിന് വേണ്ടിയിട്ടാണ് ഈ 99 ദിർഹം മുടക്കി കഴിഞ്ഞാൽ എന്താ വർക്ക് ആവുക? ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99 ദിർഹംസിന് സാധനം എടുക്കുന്നതാണെങ്കിൽ ഇതിന്റെ റാം ഞാൻ പറഞ്ഞില്ലേ 2 GB ആണ് ഇതിന്റെ റാം, 120 GB ആണ് SSD. ഇതിൽ എന്ന് പറഞ്ഞാൽ വിൻഡോസ് 10 ഇതിൽ സപ്പോർട്ട് ആവില്ല. കാര്യങ്ങൾ നമ്മൾ പറയാൻ തന്നെ എടുക്കണം, പ്രോപ്പറായിട്ട് തന്നെ പറയണം. അല്ലാണ്ട് നമ്മൾ 99 ദിർഹംസിന് ലാപ്ടോപ്പ് ഒരു പഞ്ചിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിൽ വിൻഡോസ് 7 ആണ്. കാരണം വിൻഡോസ് 7 എന്ന് പറഞ്ഞാൽ നോർമൽ ചെറിയ യൂസിങ് മാത്രം ഇപ്പോഴത്തെ ഇതിൽ വർക്ക് ആവും. സാധനം നമ്മളെടുത്ത് 99 ദിർഹംസ് ഉള്ള സാധനം നമ്മളെടുത്ത് ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പൊ നിങ്ങൾ 99 ദിർഹംസിന് ലാപ്ടോപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അവർക്കും നമ്മൾ എന്തെങ്കിലും എടുക്കും സാധനം നമ്മൾ തരും. 149 ദിർഹംസിന് നമ്മുടെ കോഴിക്കോടുകാരൻ തന്നെ നിങ്ങൾക്ക് തന്നെ 149 ദിർഹത്തിന് 149 ദിർഹത്തിന്റെ ലാപ്ടോപ്പ് മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം എന്നാൽ ഈ പ്രൈസിന് നമ്മളെ ഷോപ്പിലുണ്ടാവും. ഇത് നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്ന പ്രൈസിന് നമ്മൾ റീറ്റെയിൽ ചെയ്യുന്നത്. മോഡൽ നമ്പർ ഞാൻ പറഞ്ഞുതരാം. വിൻഡോസ് 10 4GB റാം 120 GB SSD ലിസ്റ്റാണ് നമ്മൾ വരുന്നത് 149 ദിർഹംസിനാണ്. നിങ്ങൾ ചെക്ക് ചെയ്തോ, അടിപൊളി പ്രൈസ്. ഇതിന്റെ 3180 4GB റാം 120 GB SSD വിൻഡോസ് തന്നെ നമ്മൾ കൊടുക്കുന്നത് വെറും 149 ദിർഹം. 149 ദിർഹത്തിനാട്ടോ ഡെല്ല്. അപ്പൊ 149 ദിർഹം മുടക്കിയിട്ട് ഒരു ലാപ്ടോപ്പ് വാങ്ങണമെങ്കിൽ നമ്മച്ചമാരെ ഇത് നിങ്ങൾ മേടിച്ചു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്രോം ബുക്ക് ചെയ്യാൻ പറഞ്ഞില്ല. ക്രോം ബുക്ക് ഒരുപാട് മോഡലുകൾ ഉണ്ട്. ക്രോം ബുക്ക് 2-3 മോഡൽ കാണിക്കണം, അല്ലെ 2-3 മോഡൽ കാണിക്കാം. അതായത് 35-49 ദിർഹം മുതൽ ക്രോം ബുക്ക് ടച്ച് വരുന്നുണ്ട്. ക്രോം ബുക്ക് 14 ഇഞ്ച് ക്രോം ബുക്ക് ഇതാ സാധനം കുറെ മോളുണ്ട്. 14 ഇഞ്ച് ക്രോം ബുക്ക്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ക്രോം ബുക്കിന് പലതരം കസ്റ്റമറാണ്. അതുകൊണ്ട് എല്ലാ ക്രോം ബുക്കും നമ്മൾ എടുത്തു. നമ്മൾ മോള് സ്റ്റോറിൽ പിന്നെയും ക്രോം ബുക്ക് ഉണ്ട്. ഇത് 4GB റാം 32GB മെമ്മറി മടക്കുവാനും തിരിക്കുവാനും പറ്റുന്ന ക്രോം ബുക്ക് ഇതുണ്ട്. മടക്കാനും തിരിക്കാനും പറ്റുന്ന ക്രോം ബുക്ക്. ഇത് ഇപ്പൊ എന്താ പ്രത്യേകത? ഇതിന് ഇങ്ങനെ ഇപ്പൊ ഈ ക്രോം ബുക്ക് എന്താ പ്രൈസ്? ഇത് നമ്മൾ കൊടുക്കുന്നത് 169 ദിർഹംസിനാണ്. 169 ദിർഹത്തിനാണ് ഈ ക്രോം ബുക്ക്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 169 ദിർഹം മുടക്കിയിട്ട് ഈ ക്രോം ബുക്ക് വാങ്ങുമ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ? ഇതിന്റെ ക്രോം ബുക്ക് വാങ്ങുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ ടാബ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. ടാബ് പോലെ എന്ന് പറഞ്ഞാൽ ഇത് ലാപ്ടോപ്പിന് യൂസ് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ക്രോം ബുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നോർമൽ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഷോപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ റേറ്റിനുള്ള ക്രോം ബുക്കും ഉണ്ട്, ലാപ്ടോപ്പും ഉണ്ട്. ക്രോം ബുക്ക് എനിക്ക് ഒന്ന് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ കീബോർഡ് ഒക്കെ ടൈപ്പ് ചെയ്ത് പഠിക്കുന്ന അതിനൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും വലിയ സാധനമാണ് ക്രോം ബുക്ക്. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്, വാട്സപ്പ്, യൂട്യൂബ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, എല്ലാ സാധനങ്ങളും ക്രോം ബുക്കിൽ വർക്ക്. ക്രോം ബുക്ക് എന്ന് പറഞ്ഞാൽ 2 തരം ക്വാളിറ്റികളുണ്ട്. നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ 35 ദിർഹംസിന്റെ ക്രോം ബുക്ക് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് പ്ലേ സ്റ്റോർ ആണ്, എടുത്ത് പറയുന്നതാണ്. പിന്നെ വിത്ത് പ്ലേ സ്റ്റോർ ഉണ്ട്. വിത്ത് പ്ലേ സ്റ്റോർ ആണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ വർക്ക് ആവും. അപ്പൊ വിത്ത് പ്ലേ സ്റ്റോറിലുള്ള ഒരു ക്രോം ബുക്ക് മേടിക്കുന്ന എത്ര ദിർഹം തരണം? നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ 49 ദിർഹംസ് മുതൽ ഇപ്പം വരുന്നുണ്ട് വിത്ത് പ്ലേ സ്റ്റോറിലെ ക്രോം ബുക്ക് ഉണ്ട്. അതും വ്യത്യസ്തമായിട്ട് 160 ദിർഹം 200 ദിർഹം വരെയുള്ള ക്രോം ബുക്കുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണ്ട, അതായത് ഒരുപാട് ഓപ്ഷൻസ് കാണിക്കണ്ട്. ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്തോ, അല്ല അവിടെ
വ്യക്തം കാണിച്ചു കൊടുക്കാം. കണ്ടോ ഞങ്ങള് നമ്മുടെ മാക്ബുക്ക് കൊണ്ട് നിരത്തി സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞു തരാണ്ട്. നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാൻ നിങ്ങൾക്ക് നേരിട്ടും വിളിച്ച് വരിട്ട് സംസാരിക്കാം. വേറെ ലെവലിലാണ് നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഉള്ള ഗ്രാഫിക്സ് വേണോ, പിന്നെന്താ ഗ്രാഫിക്സ് ഉണ്ട്, ഗ്രാഫിക്സ് ഇല്ലാത്തുണ്ട്, എല്ലാ മോഡൽ ഗെയിം കളിക്കാൻ വേണോ, M1 വേണോ, M2 വേണോ, എല്ലാ സാധനവും M2 എല്ലാ മോഡലും. അടുത്തേത് കൊടുക്കും നമ്മള്. അടുത്തെന്താണ് നിങ്ങൾക്ക് ഇനിയിപ്പോ നമ്മള് 149 പറഞ്ഞു. ഇനി അതിന്റെ ടോപ്പ് ലാപ്ടോപ്പ് ആണോ? ലാപ്ടോപ്പ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക്. ലാപ്ടോപ്പ് ഏകദേശം നമ്മളെടുത്ത് പിന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് നമ്മൾ എവിടുന്ന് തുടങ്ങണം, ഡെല്ലിന്ന് തുടങ്ങണം, HP ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന 449 ദിർഹംസിന് 449 ദിർഹത്തിനുള്ള ലാപ്ടോപ്പാണ്. ഇത് എന്ന് പറഞ്ഞാൽ 8GB റാം 256GB SSD Core i5 ആണ്. പിന്നെ ജനറേഷൻ എല്ലാ ജനറേഷൻ ഒന്നും എടുക്കൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ കമന്റ് ഇടും പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ പറയാനില്ല. നിങ്ങൾക്ക് ആർക്കും ആവശ്യമുള്ളത് നിങ്ങൾ എന്തിനാ എടുത്താൽ മതി, നമ്മളെ കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ വിളിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ജനറേഷൻ, അതിന്റെ ഡിസ്പ്ലേന്റെ ഇഞ്ച്, എത്ര GB ആണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരും. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ പറഞ്ഞു. നമ്പർ എന്തായാലും കൊടുത്തു. അപ്പൊ ഇതിന്റെ കാര്യം പറയട്ടെ. ഇത് 449 കഴിഞ്ഞില്ല. നമ്മള് BBന്റെ ഇത് വരുന്ന പറഞ്ഞാല് നമ്മളെടുത്ത് 2 ക്വാളിറ്റി ബാഗ് ഉണ്ട്. പിടുത്തം വിട്ട ഒരു ക്വാളിറ്റി ഉള്ള ബാഗ്. നമ്മളെ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കൊടുക്കുന്ന സാധനം നമ്മൾ ക്വാളിറ്റി ഉള്ള സാധനം മാത്രമേ. ഈ ബാഗും കൊടുക്കുന്നുണ്ട്. ഒരു വയർലെസ് മൗസ്. ഇപ്രാവശ്യം തന്നെ സ്പെഷ്യൽ ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു മൗസ് പാഡും പിന്നെ കൊടുക്കുന്നതാണ് ഇതിന്റെ ഒറിജിനൽ ചാർജർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പവർ കേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര പ്രൈസ്? ഇത് നമ്മൾ 449 Core i5 ആണ്, 8GB റാം ആണ്, 250 SSD ആണല്ലേ. HP യുടെ നല്ല കിടിലൻ ഒരു ലാപ്ടോപ്പ്. ബാഗ് ഒന്നും കൂടി കാണിച്ചു കൊടുക്കാം. ലോക്കൽ ക്വാളിറ്റി ബാഗ് ഒന്നല്ല നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, നിങ്ങൾ എന്ത് എടുക്കണം, BBന്റെ ബ്ലോഗ് കണ്ടിട്ടാന്ന് പറയുകയും ചെയ്യണം. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കുന്നുണ്ട്, ഓൺ ഓഫറായിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്രൈസും കാര്യങ്ങളും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചോ. അപ്പൊ നിങ്ങൾക്ക് ഏത് സാധനം ഉണ്ട് വിശ്വസിച്ച് മേടിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇനിയിപ്പോ HP-ല് കുറെ മോഡലുകൾ HP-ലുണ്ട്. HP-ല് എന്ന് പറഞ്ഞാൽ ഇതാ ഈ സാധനം ഉണ്ട്. ഇത് ഡിറ്റാച്ചബിൾ ആണ്. രണ്ടാക്കാൻ പറ്റില്ല. വെക്കുമ്പോ സാധനം എടുക്കാൻ പറ്റില്ല. ഞാൻ പുറത്തേക്ക് സാധനം എടുത്ത് പുറത്തേക്ക് വന്നാൽ ഇത് ഡബിൾ ആക്കാൻ പറ്റുന്ന സാധനം. ഡബിൾ ആക്കുന്ന സാധനം ടാബായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ടാബായിട്ട് ഉപയോഗിക്കാൻ പറ്റും. Core i5 8GB റാം 256GB SSD ആണ് വരുന്നത്. എത്ര കൊടുക്കണേ? ഇത് നമ്മൾ കൊടുക്കുന്നത് 699. നിങ്ങൾ BBന്റെ ബ്ലോഗ് കണ്ടിട്ട് ഒന്നും കൂടി പറയണം, എന്നാലും ആ റേറ്റിന് കിട്ടും. 649 ദിർഹത്തിന് HP-യുടെ എത്രന്റെ സ്പെസിഫിക്കേഷൻ? 649 അല്ല 699. 699 എന്താ സ്പെസിഫിക്കേഷൻ? 8GB റാം 256GB SSD Core i5 ആണ് വരുന്നത്. HP-യുടെ സാധനം. ഓക്കെ, നെക്സ്റ്റ് ഉണ്ടോ? നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടുണ്ട് ഡിറ്റാച്ചബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എടുക്കാം. സർഫേസ് മേലേക്ക് സർഫേസ് ഒരുപാട് മോഡൽ ഉണ്ട്. പിന്നെ നമ്മളെ മോഡൽ എടുക്കുന്ന സാധനം പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നമ്മളെ അടുത്തുള്ള സാധനം എന്ന് പറഞ്ഞാൽ ചെക്കിങ് മസ്റ്റ് ആണ്. അപ്പൊ ചെക്കിങ് പ്രോപ്പർ ആയിട്ട് കഴിഞ്ഞിട്ടില്ല, അതാണ് സാധനങ്ങൾ ഫുൾ ആയിട്ട് താത്താത്തത്. ബാക്കി സാധനം ഇഷ്ടം പോലെ സാധനം. സർഫേസിന്റെ കിഡിലെ സാധനം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പക്ക സാധനമായിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുക. അല്ല ഹോൾസെയിൽ സാധനം, ഹോൾസെയിൽ സാധനം അല്ലേ, പൊളിക്കട്ടെ. ഓക്കെ, പൊളിച്ച് ഇങ്ങനെ തരും നിങ്ങൾക്ക്. നല്ല ഇത് ഐപാഡായിട്ട് ഉപയോഗിക്കാം അല്ലേ? ഇത് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ടാബ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഐപാഡല്ല ടാബ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ അതൊരു പ്രശ്നം വരുന്നതായിരിക്കും. അപ്പൊ അച്ഛൻ എത്ര പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ കൊടുക്കുന്നതാണ്. ഇതില് 8GB റാം 128GB SSD ഉണ്ട്. ഇത് അത് കൊടുക്കുന്നതാണ്. ജനറേഷൻ ഞങ്ങൾ കറക്റ്റ് ഇതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ പറഞ്ഞുതരാം. പിന്നെ ഇതിന്റെ 7th ജനറേഷൻ ആണ്. ഇത് നമ്മൾ 699 കൊടുക്കുന്നുണ്ട്. ഇതിന്റെ 25GB അതുകൊണ്ട് ശൈന മോനെ എടുത്തു മോനെ 25GB GB SSD. ഇത് നമ്മൾ കൊടുക്കുന്നത് 699 എന്ന് പറയുമ്പോൾ 799 നമ്മൾ കൊടുക്കും. 799 നിങ്ങൾ ഇത് സ്റ്റാൻഡാ? സ്റ്റാൻഡേർഡ് ആണല്ലേ? ഓക്കെ, 799 ദിർഹത്തിന് ഞങ്ങൾക്ക് ഈ സർഫേസിന്റെ സാധനം കിട്ടുന്നത് നരി. ഓക്കെ, ഇനി വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോഷിബന്റെ ലാപ്ടോപ്പ് ഉണ്ട്. Core i5 8GB റാം 256GB SSD. ഇത് നമ്മൾ കൊടുക്കുന്ന 499 499 ദിർഹത്തിനുണ്ടാവും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം വെറും 499 ദിർഹത്തിന് വെച്ചാൽ ഏത് ലാപ്ടോപ്പ് നിങ്ങൾക്ക് തരും. 500 റുപ്യ ഉണ്ടെങ്കിൽ കിട്ടുന്ന ലാപ്ടോപ്പ് ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പിന്നെ നമ്മൾ കൊടുക്കുന്ന നിങ്ങൾക്ക് ഇതാ
സർഫേസ് തന്നെ വേറെ കുറച്ച് സർഫേസിന്റെ കളിയടാ കോഴിക്കോട് സർഫേസിന്റെ കളിയാണ് സർഫേസ് ഗ്രോ 10th ജനറേഷൻ 8GB RAM 16GB RAM 256GB SSD ആ വരുന്നത്. ഇത് നമ്മൾ BBന്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമർക്ക് നമ്മൾ സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് 1199. സർഫേസ് ടു ലാപ്ടോപ്പ് ഉണ്ട്. ഇതിന്റെ സർഫേസ് ടു ലാപ്ടോപ്പ് കോർ i5 8GB RAM 256GB SSD. ഇത് നമ്മൾ കൊടുക്കുന്നത് 1250 റംസിന്. 1250 സർഫേസ് ലാപ്ടോപ്പ് 2 കോർ i5 8GB RAM 256GB ലൈറ്റ് വെയിറ്റ് ഉള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം. ലൈറ്റ് വെയിറ്റ് ആർക്കും ഉപയോഗിക്കാം, വിശ്വസിച്ച് മേടിക്കാൻ വെച്ചാൽ പോലെ. ഓക്കെ നെക്സ്റ്റ് ലാപ്ടോപ്പ് 3 ഫുള്ള് സർഫേസ് ആണല്ലോ. ഇനിയും കഴിഞ്ഞില്ല സർഫേസിന്റെ വേറെ ലെവൽ സാധനം. സർഫേസ് ഇനിയും ഉണ്ട് സാധനം. നല്ല ബ്ലാക്ക് സാധനം, നല്ല കിഡിലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള 1649 റംസ്. വെറും 1649 ഒന്നും കൂടി നിങ്ങൾ പ്രൈസ് ഇവിടെ വന്നിട്ട് ഒന്നും കൂടി കൺഫേം ആക്കണം. BBന്റെ വീഡിയോ കണ്ടിട്ട് ഒന്നും കൂടി എടുത്ത് പറഞ്ഞാൽ പിന്നെ വേറെ കാര്യം 16GB RAM 512 SSD അട്ടതിന് 1649. ഒന്നും കൂടി പിന്നെ എങ്ങൾക്ക് ഇനിയിപ്പോ നിങ്ങള് സർഫേസ് മേടിക്കുന്ന ആളായിക്കോട്ടെ, ലാപ്ടോപ്പ് മേടിക്കുന്ന ആളായിക്കോട്ടെ, മാക്ബുക്ക് മേടിക്കുന്ന ആളായിക്കോട്ടെ, നമ്മളെ ടെക്നീഷ്യൻ ഉണ്ട്. ഓൻ നിങ്ങൾക്ക് വേണ്ട സോഫ്റ്റ്വെയർ എല്ലാം എടുക്കും. നിങ്ങൾ വരുന്നതിന്റെ കുറച്ച് മുമ്പ് ഒരു മാക്ബുക്ക് എടുത്തൊരു കസ്റ്റമർ ഫാമിലി M1 Pro എടുത്ത്. അപ്പൊ ആ കസ്റ്റമർക്ക് വേണ്ട സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ എന്തിനും എടുത്തേക്ക് നമ്മളെ ടെക്നീഷ്യൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. അതിന് നമ്മളെന്തെനിക്ക് നിങ്ങൾ എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും നിങ്ങൾ തരണ്ട. അതാണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് എല്ലാ ഓട്ടോ കാർഡ് എല്ലാ സംഭവം ഞാൻ കാര്യങ്ങൾ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എന്ത് സോഫ്റ്റ്വെയർ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടെക്നീഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ എന്തെങ്കിലും എടുക്കൂ. 1, 2, 3 മണിക്കൂർ എടുത്തിട്ട് എന്തെങ്കിലും എടുക്കൂ. ഓനിക്ക് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഓൻ നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കൂ. എല്ലാ സോഫ്റ്റ്വെയർ ഓൻ ഇൻസ്റ്റാൾ ആയി തരും. ലൈറ്റ് വെയിറ്റ് എത്ര GB മെമ്മറി 32GB RAM 256GB SSD കോർ i7 ആണ്. 11th ജനറേഷൻ. ടച്ച് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല കിടിലുള്ള സാധനം. ടച്ച് ഒക്കെ ഉണ്ട്. നമുക്ക് ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ഇല്ലേ, ഫിംഗർ പ്രിന്റ് ലോക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു. സാധനത്തിന്റെ കണ്ടീഷൻ നമ്മളെടുത്തുള്ള സാധനത്തിന്റെ കണ്ടീഷൻ നിങ്ങൾ നോക്കി നോക്ക്. A++ സാധനം. നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ വന്നൊരു ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലയിലാവില്ല. 100% വിശ്വസിച്ച് എന്തുണ്ടെങ്കിലും നിങ്ങൾ നമ്മളോടായിട്ട് എന്തിനോ ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല യൂസർ സാധനമാണ് ഇതൊന്നും ഒന്നും എടുക്കുന്നില്ല. പെട്ടിന്ന് പൊളിച്ചിട്ടുള്ള സാധനമല്ല. സ്കൈ ഹബിൽ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരുന്നത് യൂസറാണ്. നമ്മളൊന്നും എടുക്കൂല, യൂസർ പുതിയത് പറഞ്ഞിട്ട് തരൂല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും നോക്കണോ, പ്രോപ്പറായിട്ട് നോക്കണം, ഇവിടെ ഇൻഫോം ചെയ്യണം. സാധാരണ അങ്ങനെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും അങ്ങനെ വരാറില്ല. വന്നാൽ തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ സൊല്യൂഷൻസ് ചെയ്തു തരുന്നതായിരിക്കും. അതെ, 100% നമ്മൾ യൂസർ സാധനം എടുക്കുമ്പോൾ എടുക്കണോ നമുക്കൊരു വിശ്വാസം പോകണം. ആ വിശ്വാസം നമ്മൾ നിലനിർത്തി തരും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കുറച്ചും കൂടി മോഡൽ ഉണ്ട് ഇവിടെ. ന്യൂമറിക് കീബോർഡുള്ള വേണ്ടിക്കണ്ട ന്യൂമറിക് കീബോർഡുള്ള സാധനം 1999 എഴുതിക്കുന്ന. പക്ഷെ നമുക്ക് നല്ല പ്രൈസ് ചോദിക്കാം. നല്ല പ്രൈസ് തരോ? 1200 നല്ല കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. എല്ലാം മൈൻഡിലാണ്. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. i5 8GB RAM 512 1200 അല്ലേ? HP 850 G5 ഇട്ടാ വെറും 1200 പിടിക്കുക. അടുത്ത 699 പിടിക്കേ. i5 8GB RAM 256 SSD HP 8505 G3. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളൂ. സാധനം നമ്മളിങ്ങനെ കാണിച്ചു തരിക, ഇവിടെ വരിക, ചെക്ക് ചെയ്യുക, എടുക്കുക, പോവാ. ഓണായി കാണിച്ചു. കോർ i7 10th ജനറേഷൻ, കോർ i5 10th ജനറേഷൻ, സോറി കോർ i7 ZBook കോർ i7 10th ജനറേഷൻ 16GB RAM 512GB SSD. സാധനങ്ങളല്ലേ സാധനം കാണിച്ചു വേണ്ട. നേരി സാധനം സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ പറഞ്ഞിട്ടുണ്ട്. i7 സാധനം 1749 നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം കേട്ടോ. അതാ നോക്കിയാൽ നിങ്ങള് വേറെ നരി ലെവലില് സാധനം, ക്ലീൻ ആയിട്ടുള്ള സാധനം. ഓക്കെ ഡൺ. നെക്സ്റ്റ് ഇതില് 4GB ഗ്രാഫിക്സ് ഉണ്ട്. ഇതില് 4GB ഗ്രാഫിക്സ് ഉണ്ട്. ഇനിയും ഗ്രാഫിക്സ് ഉണ്ട് ZBook തന്നെ. ZBook 4GB ഗ്രാഫിക്സ്, ഇത് 16GB RAM 512GB SSD.
Okay, 16GB RAM, 30GB RAM. സോറി 32GB RAM, 512GB SSD, Core i7. പിന്നെ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ്, ഇതിൽ ന്യൂമറിക് കീബോർഡ് ഉണ്ട്. ന്യൂമറിക് കീബോർഡ്, ഓക്കെ. ന്യൂമറിക് കീബോർഡ് ഇല്ല, ഇല്ല, ന്യൂമറിക് കീബോർഡ് ഇല്ല. സോറി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ. ഓക്കെ, എത്രയ്ക്ക് കൊടുക്കുന്നത്? ഇത് നമ്മൾ കൊടുക്കുന്നത് 1599 നമ്മൾ 1599 ദിർഹത്തിന് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം, നല്ല ഹെവിയാണ്, ഗ്രാഫിക്സ് ഉള്ളതുകൊണ്ട് തന്നെ. ഇത് കൂടുതലായിട്ട് ആർക്കാണ് യൂസ് ചെയ്യാൻ വരുന്നത്? ഇത് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിക്സ് ഉള്ളത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഗെയിം കളിക്കാൻ പറ്റിയ, ഗെയിം കളിക്കാൻ പറ്റിയ സാധനം, ഗെയിം കളിക്കാൻ പറ്റും, ഗെയിം കളിക്കാനൊക്കെ പറ്റിയ നരി സാധനം കേട്ടോ. ഗെയിം കളിക്കാനുള്ളവർക്ക് ഗെയിം, പിന്നെ ഓട്ടോ കാർഡ് യൂസ് ചെയ്യാന്, അതുപോലെ തന്നെ മറ്റേ എഡിറ്റിംഗ് കാര്യങ്ങള്, ഈ ഹൈ ലെവൽ സോഫ്റ്റ്വെയർ അല്ല, അങ്ങനെയല്ല, ഹൈ ലെവൽ സോഫ്റ്റ്വെയർ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് പെർഫോമൻസ് വേണ്ടവർക്കെല്ലാം കിട്ടും. ഓക്കെ, ഡൺ. അപ്പോൾ ചമാരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം. നിങ്ങൾക്ക് എഡ്ജും കാര്യങ്ങളൊക്കെ വേറെ ലെവലിൽ സാധനങ്ങൾക്ക്. അപ്പോൾ അതാ HP സെറ്റ് ബുക്ക് കേട്ടോ, 140G6 വേറെ ലെവൽ. അങ്ങോട്ട് വെച്ചോ. അടുത്ത 4 മോഡൽ കുറേ ഉണ്ട്, മോഡൽ ഉണ്ട്. എല്ലാ മോഡലിലേക്കും നമ്മൾ പോകില്ല. ഇനിയിപ്പോ വേറുള്ള മോഡൽ ഓരോന്നും പറഞ്ഞു. ഡെല്ലിന്റെ പറഞ്ഞു HP ഇപ്പൊ നിങ്ങൾക്ക് 840G5 ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്. ടച്ച് സ്ക്രീൻ അത് കൊണ്ട് ടച്ച് സ്ക്രീൻ കാണിച്ചു കേട്ടെ. ഞാൻ ഇത് ടച്ച് സ്ക്രീനാ, 840G5 വേണ്ടവർക്ക് ടച്ച് സ്ക്രീൻ. 840G5 ടച്ച് സ്ക്രീൻ, Core i7, 8GB RAM, 512 SSD. എത്രയ്ക്ക് കൊടുക്കാം? ഇതൊന്ന് കാണിച്ചു നിങ്ങൾ. കാണിച്ചു തന്നു. ഞാനും കൂടി ഒന്ന് നോക്കിക്കോട്ടെ. ഇത് നിങ്ങൾക്ക് കൊടുക്കാം നമ്മൾ 1199 1199 ദിർഹത്തിന് HP ടച്ച് ലാപ്ടോപ്പ് ഇട്ടാ വേറെ ആയിരത്തി സാധനം. ഓക്കെ, അടുത്ത മടക്കുവാനും തിരിക്കുവാനും പറ്റുന്ന മോഡൽ 360 കാണിച്ചു നോക്കട്ടെ ചെക്കന്മാർക്ക്. 360 ലാപ്ടോപ്പ്, 360 ലാപ്ടോപ്പ് വേണം ചെക്കന്മാർ. എന്താ പിടിക്കുക? HP 360 ലാപ്ടോപ്പ് ടച്ചിൻ്റെ ടച്ചിന്റെ 360 ടച്ച്, 8GB RAM, 256GB SSD, നമ്മൾ 899 നമ്മൾ കൊടുക്കുന്നുണ്ട്. 849 849 ദിർഹത്തിനാണ് മച്ചാമാരെ നിങ്ങൾക്ക് മടക്കുന്ന 360 ലാപ്ടോപ്പ് വിത്ത് ടച്ച് തന്നെ വേറെ ലെവൽ സാധനം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HP കുറച്ചും കൂടി മോഡൽ ഉണ്ട്, അത് നമ്മൾ പറയണ്ടല്ലോ. 830G, ഒരു മോഡലും കൂടി 840G8, Core i5, 16GB RAM, 512GB SSD. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? നമ്മൾ കൊടുക്കുന്നത് അത് 11th ജനറേഷൻ ആണ്, 1650 നമുക്ക് കൊടുക്കാം. 1650 ദിർഹത്തിന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഓരോന്ന് എടുത്ത് കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് അറിവ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. പിന്നെ വേറെ ഈ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊരു ലാപ്ടോപ്പ്, എല്ലാ ലാപ്ടോപ്പും ഉണ്ട്. ഇപ്പം കൊടുക്കുന്നത് നമ്മൾ ഓണം സ്പെഷ്യൽ ഓഫർ ആണ്. പിന്നെ വേറെ വെച്ചാൽ ഇനി ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്, മുകളിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ. നമ്മളെ ചെക്കിങ് എന്ന് പറഞ്ഞാൽ ഓരോരോ ലാപ്ടോപ്പും ശരി, ഒരു ലാപ്ടോപ്പിന്റെ ഞങ്ങൾക്ക് ഇത് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യാൻ ഒട്ടിച്ചൊരു സ്റ്റിക്ക് ഒറ്റ സാധനം കറക്റ്റ്. ഇത് ഇതാ ടെസ്റ്റ്, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി നമ്മളൊരു ടൈം എഴുതി വെക്കൂ, എന്നിട്ട് എത്ര മണിക്കൂർ ബാറ്ററി കിട്ടുന്നുണ്ടെന്ന് നോക്കും. ഇതാ അത്ര നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ടെക്നീഷ്യൻ മോളിൽ നിന്ന് അത്രയും പ്രോപ്പർ ആയിട്ട് ഓരോരോ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെടുക്കൂ, സാധനം വന്നു കഴിഞ്ഞാൽ ഇവിടെ വരും, ഇവിടെ വന്നിട്ട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നോക്കൂ, നേരിട്ട് നമ്മളെന്തെടുക്കും സ്റ്റോറിൽ കൊണ്ടുപോകും. അവിടുന്ന് പ്രോപ്പറായിട്ട് വിൻഡോസും കാര്യങ്ങളൊക്കെ മാറ്റി പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ചാർജറും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്തെടുക്കും ഈ ഡിസ്പ്ലേയിൽ സാധനങ്ങൾ വെക്കും. അത്രയും നമ്മൾ ചെക്കിങ്ങൾ പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ ആവശ്യമുള്ള കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ അത്രയും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സാധനം തരും. ഓക്കെ, അപ്പോൾ അതും കൂടെ നോക്കി വെച്ചോ മച്ചാമാരെ. ഓക്കെ, നെക്സ്റ്റ് എടുക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെല്ലിൽ കുറെ മോഡലുകളുണ്ട്. ഞാൻ കുറച്ച് മോഡലുകൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. ഡെല്ലിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടച്ച് സ്ക്രീനുള്ള മോഡൽ. ഇത് ഡെല്ലിൽ 7470 8GB RAM, 256GB SSD. ഇത് നമ്മൾ സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് 599 ദിർഹംസ്. നമ്മൾ 599 ദിർഹത്തിനാണ് ഈ ലാപ്ടോപ്പ് ഇട്ടാ. ഡെല്ലിന്റെ സാധനം 7480. ഓക്കെ, നെക്സ്റ്റ് പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഡെല്ലിൽ ഒരുപാട് മോഡൽ ഉണ്ട്. 2-3 മോഡൽ ഞങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, തെരെ കൊണ്ട കോഴിക്കോട് വരാം, കൊടുക്കട്ടെ. ജനങ്ങൾ ഒരാൾ ലാപ്ടോപ്പ് വാങ്ങാതെ ദുബായ് എവിടെ ചൈന 5280 സാധനങ്ങൾ കുറച്ച് സാധനങ്ങളുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്യാൻ മോളിട്ടേക്കാണ് പുതിയ സ്റ്റോക്ക് വന്നിട്ട്. അപ്പൊ അത് നമ്മൾ പറയുന്നില്ല. ഇപ്പൊ അടുത്തതാ കൊണ്ടങ്ങടെ എല്ലാം 7480 ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. ടച്ച് സ്ക്രീൻ സാധനം, ടച്ച് സ്ക്രീനിന് ഇതിൽ ചാർജ് ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ നമുക്കൊന്ന് കാണിച്ചു തരായിരുന്നു. സാധനം ഡെൽ 7480 ടച്ച് സ്ക്രീൻ, Core i5, 8GB RAM, 256 SSD. എത്ര കൊടുക്കാം? അത് നമ്മൾ കൊടുക്കുന്നത് 799 കൊടുക്കട്ടെ. 799 ദിർഹം. ഇനിയിപ്പോൾ ഇതിന്റെ ടച്ച് അല്ലാത്ത സാധനമാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് സ്പെഷ്യൽ പ്രൈസ് 699. 699. ടച്ച് ഉള്ളതുകൊണ്ട് ടച്ച് ഇല്ലാത്തതുകൊണ്ട്. ടച്ച് ഇല്ലാത്തത് എത്രയായിരുന്നു പറഞ്ഞേ? ടച്ച് ഉള്ളതാണെങ്കിൽ 799. ടച്ച് ഇല്ലാത്താണെങ്കിൽ 699. ടച്ച് കാണിച്ചില്ല എന്ന് പറയുന്നത്. എഡ്ജിൽ പോട്ടെ, അങ്ങോട്ട് പോ എഡ്ജിൽ വരട്ടെ. എന്താണ് വരാത്തു?
പോട്ടെ 2 ടച്ച്. ഓക്കെ, ഇങ്ങോട്ട് പോ. അത് ഇതായി പോയി. അല്ല, വന്നില്ല. സാധനം വന്നു. ഇതായിരിക്കണോ ടച്ച് സാധനങ്ങൾക്ക് ഏതോ ഉണ്ട്. 2 ടച്ച് ചെയ്യണം, 2 ടച്ച് ചെയ്യുന്ന വേണ്ട, വെറുതെ അല്ല. നരി സാധനം കേട്ടോ. അപ്പോൾ ഇതും കൂടെ നിങ്ങൾക്ക് കാണിച്ചാണ് ഡെല്ലിൻ്റെ ടച്ച് ലാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് വെറും നല്ല കിഡിലം പ്രൈസിൽ ഡെല്ല് 7480 കേട്ടോ. ഓക്കെ, ഡൺ. നെക്സ്റ്റ് കൊടുക്കുക. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെല്ലിൽ ചെറിയ പൈസക്ക് ഒരു ഗ്രാഫിക്സ് ഉള്ള മോഡൽ, ചെറിയ പൈസ ഗ്രാഫിക്സ് ഉള്ള മോഡൽ. ചെറിയ പൈസക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് NVIDIA ഗ്രാഫിക്സ് 2GB NVIDIA ഗ്രാഫിക്സ് 16GB റാം 512GB SSD. ഓക്കെ, ഇത് നമ്മൾ കൊടുക്കുന്ന നിങ്ങൾക്ക് 899 ദിർഹംസ്. 849 ദിർഹത്തിന് 899 ദിർഹത്തിന് വിത്ത് ഗ്രാഫിക്സ് ഉള്ള ഡെല്ലിന്റെ ലാപ്ടോപ്പ് വെച്ചാൽ അപ്പൊ 899 ദിർഹത്തിന്. ഓക്കെ, നെക്സ്റ്റ് കറക്റ്റ് വെക്കാനാണ്. ഇപ്പൊ മുകളിൽ വെച്ചു നിങ്ങൾക്ക് ഒരു വിഷമം വേണ്ട, നമ്മൾ വേറെ മാറ്റി ഞാൻ ഇങ്ങനെ നോക്കുന്ന കുറേ. ഡെല്ലില് കോർ i7 25GB SSD 7300 അല്ലേ? 7300 ഉള്ള സാധനം എത്ര പ്രൈസ് എത്ര കൊടുക്കണേ? 999. 999 ടച്ച് ഉണ്ട്. പിന്നെ എന്തൊക്കെയുള്ള ടച്ച് ഉണ്ട്, അതുപോലെ അതിൽ ടച്ച് ഇല്ല, ആ മോഡലിൽ ടച്ച് ഇല്ല. ഫിംഗർ പ്രിന്റ് ഫിംഗർ പറയാൻ ഉദ്ദേശിച്ചില്ല. ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങൾക്ക് വെച്ചിട്ടില്ല. എത്ര GB അത്? എത്ര GB? 16GB മാറിപ്പോലെ എന്തെങ്കിലും ഇതിൽ ചില ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരും. അപ്പൊ ടച്ചും കാര്യം ടച്ച് അല്ല, സ്ക്രീൻ നമ്മുടെ ടച്ച് ഉണ്ട് അല്ലേ? ഫിംഗർ പ്രിന്റ്. ഇതിന്റെ ഇതേതായിരുന്നു സ്പെസിഫിക്കേഷൻ? ഇതിന്റെ 16GB റാം 512GB SSD. ഓരോരോ മോഡലും ഡിഫറെന്റ് കാറ്റഗറിയാണ്. കൂടി പറയാൻ കുറെ സീരീസ് ഉണ്ട്. 7 സീരീസ് ഉണ്ട്, 5 സീരീസ് ഉണ്ട്, അങ്ങനെ ഓരോ പിന്നെ 3 സീരീസ് ഉണ്ട്, അങ്ങനെ കുറെ സീരീസ് ഉണ്ട്. അപ്പോൾ ഇത് 7 സീരീസ് ആണ്. 7 സീരീസിൽ കുറച്ച് പ്രൈസ് കൂടുതലാണ്. അതാണ് 999. പിന്നെ ഗ്രാഫിക്സ് നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ന്യൂമറിക് കീബോർഡുള്ള ചെറിയ പൈസക്ക് നിങ്ങൾക്ക് ന്യൂമറിക് കീബോർഡുള്ള ലാപ്ടോപ്പ് വേണ്ടിയിട്ട് അതുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. എത്രയൊക്കെ കൊടുക്കാം നമുക്ക്? അത് നമുക്ക് 599 കൊടുക്കാം. വെറും 599. 599 മേലെ എല്ലാ സാധനം വേറെ ലെവലിൽ നിങ്ങൾക്ക് സാധനമില്ലാന്നല്ല, നിങ്ങൾക്ക് ഏറ്റവും വില കുറവിൽ തരാൻ ഉദ്ദേശിച്ചത്. എങ്ങനെ പറയേണ്ടത്? ഗ്രാഫിക്സ് എല്ലാം വേണ്ടിയിട്ട് 2GB ഗ്രാഫിക്സ് 3540 അത് 3 സീരീസ് ആണ്. ന്യൂമറിക് 2GB ഗ്രാഫിക്സ് 16GB റാം 512GB SSD കോർ i7 ഇത് നമ്മൾ കൊടുക്കുന്നത് 1100 ദിർഹംസിന്. 1100 ദിർഹത്തിന് ഡെല്ലിന്റെ ഇത് വെച്ചമാരെ നിങ്ങൾ കണ്ടാന്ന് പറയുന്നത് കാണിച്ചു കൊടുത്തോ. നേരെ കണ്ടോട്ടെ. ന്യൂമറിക് കീബോർഡിന്റെ 2GB ഗ്രാഫിക്സ് ഉണ്ട് ഇതിൽ. കോർ i7 16GB റാം 512GB SSD വരുന്ന സാധനം അല്ല, കിട്ടില്ല പ്രൈസിൽ. ഓക്കെ, നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ i7 ഒരുപാട് മോഡൽ ഉണ്ട്. ഓക്കെ, കോർ i7 ഇത് 5 സീരീസ് ആണ് വരുന്നത്. 5 സീരീസ്. ഓക്കെ, ഡൺ. ഓക്കെ, അടുത്തെന്താണ് 10 എന്ന ഷെല്ല് 5300 360 മടക്കുന്ന സാധനം. 1399 ദിർഹത്തിന് 360 സാധനങ്ങൾ. കോർ i5 16GB റാം 512GB SSD. എത്ര കൊടുക്കാം? 1399 ദിർഹത്തിന്. മറന്നു പോകണം, ചെക്കൻ നല്ല ഫോമിലാണ്. ഓക്കെ, അടുത്തെന്ന് ഡെല്ലിൽ 5301 കോർ i7 16GB റാം 512GB SSD. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമ്മൾ കൊടുക്കുന്ന 1200 ദിർഹംസിന്. 1200 ദിർഹത്തിന് നല്ല കിഡിലൻ ലാപ്ടോപ്പ്. ഓക്കെ, വില മാറിപ്പോയാ? എത്ര കൊടുക്കാം? 1249. വെറും 49 ദിനം കുറഞ്ഞു. ഓക്കെ, അപ്പൊ 1249 കൂടിക്ക. അപ്പൊ 1249 ദിർഹത്തിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ കൊറേ ഇത് പിന്നെ ഗ്രാഫിക്സ് ഉള്ളുണ്ട്. 5540 ആണ്. കോർ i7 16GB റാം 512GB SSD. 9th ജനറേഷൻ ആണ് വരുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ ആണ്. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവി മിഷൻ ആണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്പെഷ്യൽ പ്രൈസ് 1799. ഒന്നും കൂടി പറഞ്ഞാൽ നിങ്ങൾ എന്തെടുക്കണം, BBന്റെ വീഡിയോ കണ്ടിട്ട് വന്നാലാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ പ്രൈസ് നമ്മൾ കിട്ടും. അതെ, അതുകൂടെ എല്ലാവരും പ്രത്യേകം കൂടെ കൂടാനുള്ളതെല്ലാം കൂടെ കുടിക്കുക പറയണം. നമ്മൾ മൊത്തത്തിൽ എന്താ പറയണമെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ലാപ്ടോപ്പിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ലാപ്ടോപ്പുകളും കിട്ടും. ഏതൊരു ലാപ്ടോപ്പുകളും നിങ്ങളുടെ ഞാൻ പറയാം, നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് മേടിക്കും നിങ്ങൾ എന്തെങ്കിലും എടുക്കണ്ട. നമ്മൾ ഇവിടുത്തെ എടുത്ത് പൊട്ടു അങ്ങനെ ചിന്താഗതി ഒന്നും നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ 100% നമ്മൾ എന്തെങ്കിലും എടുക്കും. നിങ്ങൾക്ക് അതിനുള്ള പരിഹാരവും കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും. അതെ, ഏതെപോലെ ഏറ്റവും ചെറിയ ലാപ്ടോപ്പ് മുതൽ ഏറ്റവും വലിയ ലാപ്ടോപ്പ് വരെ ഏത് വേണമെങ്കിലും കിട്ടും. വെച്ച് കഴിഞ്ഞാൽ യൂസർ സാധനമാണ്. നമ്മൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് തരുന്ന ടൈമിന് സംതിങ് മിസ്റ്റേക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ സെയിൽസിൽ നിൽക്കുന്ന ആരും ഒന്നും എടുക്കില്ല. നിങ്ങൾക്ക് ആ ലാപ്ടോപ്പ് തരുകയില്ല. അറിഞ്ഞുകൊണ്ട്, അത്രയും പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനും എടുക്കില്ല.
ആരെയും പറ്റിക്കൂല. ഓക്കെ, ഇനിയിപ്പോ കുറച്ച് നമുക്ക് മാക്ബുക്കിലേക്ക് പോയാലോ? മാക്ബുക്കിലേക്ക് പോകണം. ലെനോവോന്റെ കുറച്ച് ലെനോയുടെ 2-3 കൂടെ പറയാം. എന്താ കാര്യം വെച്ചാൽ നമ്മള് കൂടുതൽ പറഞ്ഞു നീട്ടാത്തതെന്ന് വെച്ചാൽ ഒരുപാട് ലാപ്ടോപ്പുകളായി നമ്മൾ മൊത്തത്തിൽ പറയണമെന്ന് വെച്ചാൽ ഏത് ലാപ്ടോപ്പ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ലെനോവോ 60 വരുന്നത് Core i7 8GB RAM 256 SSD. ഓക്കെ, ഇത് നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് കൊടുക്കുന്നത് Core i7 നമ്മൾ സ്പെഷ്യൽ പ്രൈസ് കൊടുക്കുന്നത് 599 ഇനിയിപ്പോ ഇതിൽ തന്നെ കുറച്ച് ഈ 1000 മുകളിൽ ബഡ്ജറ്റുള്ള ഏതെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? 1000 മുകളിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് 600 ദിർഹത്തിന്റെ താഴെ ബഡ്ജറ്റ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. 1000 മുകളിൽ ഏതൊക്കെയുള്ളത്? 1000 മുകളിൽ നമ്മൾ ഡെല്ലിൽ HP-ലും പറഞ്ഞില്ലേ, എന്തിനാ പറയേണ്ടതിന്? അപ്പൊ ഓക്കെ, ഇതിലുണ്ടാ ലെനോവോയില് ഇതാ 1000 ഇതാ ലെനോവോയിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെനോവോയിൽ ഇപ്പൊ നമ്മുടെ സ്റ്റോക്കിലുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസ് മാക്സിമം കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. 1000 മേലുള്ളതെന്ന് പറഞ്ഞാൽ ഇതുണ്ട്, AMD ഗ്രാഫിക്സ് ഉണ്ട്, Ryzen Pro 7 ഉണ്ട്, ഇതിന്റെ 16GB RAM 512GB SSD 1249 AMD ഗ്രാഫിക്സ് ഉണ്ട് അതില്. AMD ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ലെനോവോയുടെ തിങ്ക്പാഡ്. ഓക്കെ, പിന്നെ ലെനോവോന്റെ കുറച്ച് മോഡലൊക്കെ ഉണ്ട്. ഇത് വരുന്നത് 1199 RAM ആണ്. T480S ടച്ച് സ്ക്രീൻ വരുന്നത്, 16GB RAM, Core i5 512GB SSD. ഇത് നമ്മൾ കൊടുക്കുന്നത് 1199. ഇതിലും വരുന്നുണ്ട് 2GB NVIDIA ഗ്രാഫിക്സ്. Core i7-ല് 8GB RAM 200. Core i7 ആണ് ലെനോവോയിൽ. Core i7 8GB RAM 256GB SSD നമ്മൾ കൊടുക്കുന്നതാണ് 799 കൊടുക്കുന്നത്. 799 ദിർഹത്തിന് തിങ്ക്പാഡ് കിട്ടും മച്ചാന്മാരെ. അപ്പൊ ഇതും കൂടെ നോക്കി വെച്ചോ. മൊത്തത്തിൽ ഇപ്പൊ ലെനോവോ ആയാലും ഡെൽ ആയാലും HP ആയാലും ഏതായാലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം. അതുപോലെ തന്നെ ക്രോംബുക്ക് ആയിക്കോട്ടെ, നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാംസങ്ങിന്റെ സാംസങ്ങിന്റെ ടാബ്, iPad 6 ജനറേഷൻ, iPad അപ്ഡേഷൻ ഉള്ളത്, അപ്ഡേഷൻ ഇല്ലാത്തത്, ഐപാഡിന്റെ ഏത് സാധനങ്ങളും. പിന്നെ വേറെ കാര്യം ഒന്നും കൂടി എടുത്തു, 65 ദിർഹംസിന്റെ iPad ഇപ്പോൾ നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട്. 65 ദിർഹംസിന് നമ്മൾ കൊടുക്കുന്നതല്ല iPad 2 മാത്രമാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് കാരണം ഒരു കസ്റ്റമർ കമന്റ് ഇട്ട് 65 ദിർഹംസിന് iPad വന്നിട്ട് ഇവിടെ വന്നിട്ട് 99 ദിർഹംസ് വാങ്ങിക്കുന്നത്, അത് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 65 ദിർഹംസിന് നമ്മൾ കൊടുക്കുന്നത് iPad 2 മാത്രമാണ്. അതന്നെ iPad ഇപ്പോൾ ഉണ്ട്. കാരണം അതിന്റെ ഫുൾ സെറ്റ് നിങ്ങൾക്ക് വേണ്ടിക്കണമെന്ന് എടുക്കൂ 99 ദിർഹംസിനാണ്. ഫുൾ സെറ്റിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിന്റെ നല്ല ക്വാളിറ്റിയുള്ള കവർ ഉണ്ട്, അതുപോലെ തന്നെ ഹെഡ്സെറ്റ് ഉണ്ട്, കേബിൾ ഉണ്ട്. കേബിൾ നമ്മൾ ഒന്നല്ല കൊടുക്കുന്നത്, iPad 2 2 കേബിൾ കൊടുക്കും, 2 കേബിൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹെഡ്ഫോൺ ഉണ്ട്, വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഒരു ടീച്ചർ പറഞ്ഞു. മാക്ബുക്കിൽ iPad കുറെ മോഡൽ ഉണ്ട്. iPad നിങ്ങൾക്ക് Air 1 വേണ്ടിക്കുണ്ട്, Air 1 ഉണ്ട്, iPad Air 2 ഉണ്ട്, iPad 5th ജനറേഷൻ ഉണ്ട്, iPad mini 4 ഉണ്ട്. എല്ലാം കാണിക്കണ്ടല്ലോ ഇപ്പൊ. iPad ആണെങ്കിലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കിട്ടും. സാംസങ്ങിന്റെ വില കുറഞ്ഞ ടാബ് വേണ്ടിക്കുണ്ട്, സാംസങ്ങിന്റെ വില കുറഞ്ഞ ടാബ് അതുണ്ട്. സാംസങ്ങിന്റെ വില കുറഞ്ഞ ടാബ് ഇതിപ്പോ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഐപാഡിന്റെ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അടുത്ത യൂട്യൂബില്. ഐപാഡിന്റെ മാത്രമായിട്ട് അത്ര ഐപാഡിന്റെ സ്റ്റോക്കുകളുണ്ട്. ഒന്നൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. ഇത് സാംസങ്ങിന്റെ കുറഞ്ഞാണ്. ഇത് എത്ര? ഇത് കൊടുക്കുന്നത് നമ്മൾ 165 ദിർഹംസ്, 165 ദിർഹത്തിന് ഐപാഡ് നല്ല യൂസ്, നല്ല സാധനം. മാക്ബുക്ക് എയർ സംഭവം 2-3 കാണിച്ചു കൊടുത്തത്. എന്തായാലും നമ്മൾ ഇറങ്ങി നമുക്ക് കാണിച്ചു കൊടുക്കാം. iPad mini 4, iPad mini 4 ഉണ്ട്, iPad mini 1 ഉണ്ട്, iPad mini 2 ഉണ്ട്. ഏത് വെള്ളങ്ങൾ കിട്ടും മച്ചന്മാരെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ സാധനം, നല്ല വില കുറഞ്ഞു. എല്ലാ iPad 6, iPad 5. ഓക്കെ, ഒരു ഐപാഡ് ഒന്നും കൂടെ അവിടെ ചുമപ്പില് അതിരിക്കുന്ന മോഡൽ. ഇത് iPad 4, iPad ഏതായിരുന്നു? iPad 5 ഉണ്ട്, iPad 5 മച്ചന്മാരെ. ഇതാണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള iPad 5. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളി സാധനങ്ങൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വേറെ ലെവൽ സാധനങ്ങളുണ്ട്. ഇത് എന്താ വില? iPad 5 നമ്മൾ 399, സോറി അത് 449. 449 ഇത് വിത്ത് സെല്ലുലാർ. വിത്ത് സെല്ലുലാറാ? ഓക്കെ, സിമ്മിടാൻ പറ്റും. 449 ദിർഹത്തിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനിയിപ്പം വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിക്കണ്ടേ നിങ്ങൾ നോക്കണോ? നിങ്ങൾ ജസ്റ്റ് നമ്മളോട് ഒന്നെങ്കിലും ഫോണിൽ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ചോദിക്കുക. ചിലപ്പം വാട്സപ്പിൽ വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പം കുറേ മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ മെസ്സേജ് ഉണ്ടാകുമ്പോൾ എടുക്കും, നിങ്ങൾക്ക് റീപ്ലൈ എന്തായാലും തരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി, ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ ഒരു ദിവസം ഒന്നും അല്ല 2 ദിവസം കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലൈ ഒന്നും എടുക്കൂ. കാരണം കുറച്ച് മെസ്സേജ് പെൻഡിങ് ഉള്ളതാണ് നിങ്ങളോട്. അങ്ങനെ നമ്മൾ ഇതെല്ലാം പറയാൻ കാരണം നിങ്ങൾ എന്തെങ്കിലും നമ്മളെ തെറ്റിദ്ധരിക്കരുത്. കാരണം റീപ്ലൈ നിങ്ങൾക്ക് എന്തായാലും തരും. നിങ്ങൾ ജസ്റ്റ്
എടുത്ത് വെയിറ്റ് ചെയ്ത് തന്നെ നമ്മൾ റീപ്ലൈ നിങ്ങൾക്ക് എന്തായാലും തരും. പിന്നെ ഇപ്പോൾ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഹായും കൂടെ അയച്ചു വിട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വേറെ കാര്യം പറയാനുള്ളത് വെച്ചാൽ കൂടുതലായിട്ട് നിങ്ങൾ ഫോൺ ചെയ്യാൻ ശ്രമിക്കുക. ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറയാം. പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് റിപ്ലൈയും കാര്യങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളും ലാൻഡ് ഫോൺ നമ്പറും രണ്ടും തരും നിങ്ങൾക്ക്. ലാൻഡ് ഫോൺ കൊടുക്കും. ലാൻഡ് ഫോൺ നമ്പറും പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ടാബ് അവൈലബിൾ. ടാബ് അവൈലബിൾ ആണ് കേട്ടോ. 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പ് മേടിക്കാം വളരെ കുറഞ്ഞ പൈസക്ക്. 150 ദിർഹം മുതൽ മാക്ബുക്ക് കൊടുത്ത കോഴിക്കോടുകാരനാട്ടാ. ഏതൊരു സാധനമാണ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് മാക്ബുക്ക് എയർ M2, ഇത് മാക്ബുക്ക് എയർ M2 ഒക്കെ എന്താ ചോദിച്ച ആൾക്കാർക്ക് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള M2 പകുതി പൈസ കിട്ടും നിങ്ങൾക്ക്. ഇത് കണ്ടിട്ട് നിങ്ങൾ Core i9 ആണ്. Core i9 2019 ഇതിന് റാമത്തിൽ നിങ്ങൾക്ക് 64 GB റാം, 1 TB SSD, 4 GB ഗ്രാഫിക്സ്. സാധനങ്ങൾ നമ്മളിപ്പോ ഇത് കാണിച്ചു തരാന്ന് വെച്ചാൽ ഏതൊരു ഐറ്റം ആണ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി സാധനം നിങ്ങൾക്ക് കിട്ടും. മാക്ബുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ മത്തി കിടക്കുന്ന ഇവിടെ കിടന്നിട്ട് മത്തിക്ക് ഭയങ്കര വിലയെന്ന് പറയുന്നത് നാട്ടിലിപ്പോ. അടുത്ത കവന്റ് അതായിരിക്കും. ഇത് 399 റൺസിന് 349. ഇത് മാക്ബുക്ക് പ്രോ നമ്മളെ പഴയ സാധനം ഇപ്പൊ ഉണ്ട്. ഇത് 349. ഇത് മാക്ബുക്ക് എയർ 11 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നത് 399. പിന്നെ വേറെ എല്ലാ മോഡലും എടുക്കേണ്ട സാധനം ഉണ്ട്. സാധനം M1 Pro ഉണ്ട്, M2 Pro ഉണ്ട്, Core i9 ഉണ്ട്, Core i5 ഉണ്ട്, Core i7 ഉണ്ട്, ഗ്രാഫിക്സ് ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. മാക്ബുക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി. ഒന്ന് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുക. ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാ ഷോപ്പിൽ വരിക, അല്ലെങ്കിൽ ഷോപ്പിൽ ഇങ്ങോട്ട് വരിക. വേറെ കഴിഞ്ഞിട്ടെ ഇതിപ്പോൾ ഈ മാക്ബുക്ക് ഒക്കെ ഡെലിവറി ഇപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞു എല്ലാവരും ഡെലിവറിയും കാര്യങ്ങളൊക്കെ മാക്ബുക്ക് ഉണ്ട് അല്ലേ. മാക്ബുക്ക് അല്ല ഏതൊരു ഐറ്റം നമുക്ക് ഡെലിവറി അത്യാവശ്യം നമുക്ക് ഡെലിവറി ഉണ്ട്. നമുക്ക് സൗദിയിൽ നിന്ന് ഡെലിവറി ഉണ്ട്, ബഹ്റൈനിൽ നിന്ന് ഡെലിവറി ഉണ്ട്, അതുപോലെ തന്നെ കുവൈത്ത് നമ്മളോട് പറഞ്ഞു കുവൈത്തിൽ നിന്ന് ഡെലിവറി ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ GCC കൺട്രിയിൽ എല്ലാവരും ഡെലിവറി ഉണ്ട്. ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡെലിവറി നമുക്ക് ഡെലിവറിന്റെ ആള് പറയുന്ന പോലെയാണ്. ഇപ്പം ഡെലിവറി കളക്ട് ചെയ്യുമ്പോൾ ആള് നമ്മളോട് പറയുന്നത് ഇത്ര ദിവസം കൊണ്ട് ഡെലിവറി ഇട്ടാണ്. ഇപ്പൊ നമ്മളോട് 7 days പറയുമ്പോൾ നമ്മൾ എന്തിനെടുക്കൂ, കസ്റ്റമറോട് 7 days എന്ന് അറിയും. ചിലപ്പോൾ എന്തെങ്കിലും ബോർഡറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ എന്തിനെടുക്കുന്നത് കുറച്ച് വൈകുന്നത്, ചിലപ്പോൾ 2 3 4 ദിവസം വൈകുന്നത്. അത് നമ്മൾ ഓര് പറയാൻ പോലെ തന്നെ നമ്മൾ നിങ്ങളോട് പറയൂ. നിങ്ങൾക്ക് ഏതൊരു സാധനം പിന്നെ വേറെ കാര്യം വെച്ചാൽ ഡെലിവറി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ UAE ഡെലിവറി ചെയ്യുമോ അല്ലെങ്കിൽ GCC കൺട്രിയിൽ ഡെലിവറി ചെയ്യുമോ ചിലപ്പോൾ കസ്റ്റമർ കറക്റ്റ് ടൈമിന് എന്തെടുക്കൂ, ചിലപ്പോൾ ഉച്ച ഉറങ്ങുന്ന ടൈം ആയിക്കോ അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈമിലുണ്ട ഫോണോ കാര്യങ്ങളോ എടുത്തിരിക്കൂ. അങ്ങനെയാണ് ഡെലിവറി കൂടുതലും ഡിലേ ആവുന്നത്. ഫോൺ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഡെലിവറി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരുപാട് പേര് ഫോൺ എടുക്കാത്തതുണ്ട്. പിന്നെ മാക്സിമം തന്നെ എടുത്താൽ മതി. എൻക്വയറി മാക്സിമം വാട്സപ്പിൽ ചോദിക്കുന്നതിനേക്കാളും ബെറ്റർ കോൾ ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയക്കുന്നതാണ് ബെറ്റർ. പിന്നെ വരാൻ ശ്രമിക്കുക, കൂടുതലായിട്ട് ഷോപ്പിലേക്ക് വരാൻ ശ്രമിക്കുക. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സാധനം നിങ്ങൾ സാധനം എടുക്കാൻ വന്ന അതിലേക്കാളും ബെറ്റർ ആയിട്ട് എടുക്കണം, അതിനെയും ബെറ്റർ എടുക്കണം, അതിനെയും ബെറ്റർ എടുക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിലക്കനുസരിച്ച് സാധനം. പിന്നെ ഓൾ ഇൻ വൺ ലാപ്ടോപ്പ് ഉണ്ട്, മാക്ബുക്ക് എയർ M1 ഉണ്ട്, ഇത് iMac M1 ഉണ്ട്, ഓൾ ഇൻ വൺ ലാപ്ടോപ്പ്, ഓൾ ഇൻ വൺ കമ്പ്യൂട്ടർ ഉണ്ട്, ഓൾ ഇൻ വൺ പിന്നെ ഇതില് CPU നമ്മളെടുത്ത എല്ലാ മോഡലും CPU ഉണ്ട്, CPU ഉണ്ട്, മോണിറ്റർ ഉണ്ട്, 75 dirhamsന് മോണിറ്റർ ഉണ്ട്. അപ്പൊ CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കോൺഫിഗറേഷൻ, ഇതിപ്പോ CPU ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ട കോൺഫിഗറേഷൻ നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾക്ക് വേണ്ട കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 8 GB റാം അല്ല നിങ്ങൾക്ക് 16 GB റാം ആക്കണോ നമ്മൾ ചെയ്തു തരും. നിങ്ങൾക്ക് പിന്നെ 256 GB SSD അല്ല നിങ്ങൾക്ക് 512 GB SSD വേണ്ടിക്കാൻ അത് ചെയ്തു തരും, 1 TB SSD വേണ്ടിക്കാൻ അത് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഇതിലുള്ള നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചതിൻ്റെ പ്രൈസാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 25 GB 512 ചെയ്യേണ്ടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ എക്സ്ട്രാ പൈസ നമ്മൾ എന്തെടുക്കും ചെയ്ത് തരും. ഇപ്പോൾ ദുബായിലുള്ള ഓഫീസുകൾക്കും കാര്യങ്ങളൊക്കെ ബൾക്കായിട്ട് വേണമെങ്കിൽ അത് ദുബായിൽ നിങ്ങൾക്ക് ഓഫീസിൽ വേണ്ടിക്കണം. ഇനിയിപ്പം ദുബായിൽ നമ്മൾ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കൂ, നിങ്ങൾക്ക് ഓഫീസിൽ വന്നിട്ട് നമ്മൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ നമ്മൾ എടുക്കൂ, നമ്മൾ ഫുൾ നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾക്ക് ഓൾ ഇൻ വൺ ആയിട്ട് ഏതൊരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ മാക്ബുക്കോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കിടില ഓഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് ഓഫറായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു.